മുമ്പൊക്കെ നമ്മുടെ ഒ പിയിൽ ഏറ്റവും കൂടുതലായിട്ട് മുട്ടുവേദനയായിട്ട് വന്നിരുന്നത് 45, 50 അല്ലെങ്കിൽ 55 വയസ്സിൽ പ്രായമുള്ള ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ 10 വയസ്സിന് മുകളിൽ 65 അല്ലെങ്കിൽ 70 വയസ്സുള്ള ആളുകൾക്കും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാൽമുട്ട് വേദന. അതിന് പല കാരണങ്ങളുണ്ടാവാം. നമ്മൾ സാധാരണ കാൽമുട്ട് വേദന രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് ട്രോമാറ്റിക് അല്ലെങ്കിൽ നോൺ ട്രോമാറ്റിക്, അതായത് പരിക്കുകൾ പറ്റിയ ശേഷം വരുന്ന മുട്ടുവേദനയും, അതല്ലെങ്കിൽ പരിക്ക് പറ്റാതെ കാലങ്ങളായിട്ട് പതുക്കെ പതുക്കെ ക്രമേണയായിട്ട് വന്നിട്ടുള്ള മുട്ടുവേദനയായിട്ട് നമ്മൾ പറയാറുണ്ട്. നമ്മളെടുത്ത് വന്ന് അവർ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഡോക്ടറെ കുറച്ച് നേരം കൂടെ നടന്നു കഴിഞ്ഞാൽ രണ്ട് കാൽമുട്ടിനും പെട്ടെന്ന് നീര് വരും, അല്ലെങ്കിൽ ഭയങ്കര വേദനയാണ്, ഒന്ന് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. വീട്ടിൽ അധികം സ്റ്റെപ്പുകളൊന്നുമില്ല, എപ്പോഴെങ്കിലും സ്റ്റെപ്പ് ഒന്ന് കയറുള്ളൂ. ആ കയറിക്കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തിന് ഭയങ്കര വേദനയാണ്, ഭയങ്കര നീരാണ്. കുറേ സമയം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞ് എണീക്കണമെങ്കിൽ കൈയൊക്കെ കുത്തിയിട്ട് വേണം എണീക്കാൻ. ഒരു കാറിലൊക്കെ പോയിട്ടൊന്ന് ഇറങ്ങണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതില്ലെങ്കിൽ മുറ്റത്തുകൂടെ കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് ഓല കൂടെ ഒന്ന് കളിക്കണമെങ്കിൽ ഒന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തിന് ആ കാലിലുകൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതാണ് നമ്മൾ സാധാരണ പറയുന്ന നീ പെയിൻ, അതല്ലെങ്കിൽ തേയ്മാനം. കുറച്ച് പ്രായ ആളുകൾക്കാണ് സാധാരണ തേയ്മാനം വരുന്നത്. അതല്ലെങ്കിൽ ഏർലി ഓൺസെറ്റ് ആയിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമ്മുടെ പ്രാക്ടീസിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് ചികിത്സ, അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ മുട്ടുവേദനയെ മാറ്റാൻ കഴിയും? ഞാൻ ഡോക്ടർ ഷമീർ തോടേങ്ങൽ, ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ, ക്രസൻറ്റ് ആയുർവേദ ഓർത്തോപീഡിക്സ് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക്, മങ്കട, മലപ്പുറം. നമ്മൾ നേരത്തെ പറഞ്ഞ മുട്ടുവേദനയുടെ ലക്ഷണങ്ങൾ: ഇരുന്നാൽ നമുക്ക് എണീക്കാൻ കഴിയുന്നില്ല, കുറച്ച് നടക്കാൻ പറ്റുന്നില്ല, അധികം സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ ഈ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്, ഒന്ന് ചെരിവുള്ള സ്ഥലങ്ങൾ കയറി കഴിഞ്ഞാൽ കാലിൽ നീര് വരിക. ഇതൊക്കെ ചേർന്ന ഒരു ലക്ഷണങ്ങളോട് കൂടിയ കണ്ടീഷൻ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ചികിത്സിക്കാം, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ കാരണങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. എല്ലാ മുട്ടുവേദനയും നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് അഥവാ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സർജറി ആവശ്യമുള്ള കണ്ടീഷൻ ആണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ സർജറിയിലോട്ട് പറഞ്ഞു വിടേണ്ടതാണ്. അതായത് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ മുട്ടുവേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് നോൺ ട്രോമാറ്റിക് ആയിട്ടുള്ള പരിക്ക് പറ്റാതെ വരുന്ന മുട്ടുവേദനയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം ഓവർ വെയ്റ്റ് തന്നെയാണ്. നമ്മൾ പൊണ്ണത്തടി അല്ലെങ്കിൽ സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയുന്ന കണ്ടീഷനാണ് മുട്ടുവേദനയുടെ പ്രൈമായിട്ട് വരുന്ന കോസ്. നമുക്കറിയാം, ഒരു 5% ബോഡി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ 50% ബാക്ക് പെയിനും അതുപോലെ തന്നെ നീ പെയിനും കുറക്കാൻ പറ്റുന്നുള്ളതാണ് ഈ പുതിയ സ്റ്റഡികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒരു 100 കിലോ ഉള്ള ഒരാൾ അല്ലെങ്കിൽ 70 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു ആവറേജ് 3.5 കിലോ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങേരുടെ 50% പകുതി വേദന നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വെയിറ്റ് മാനേജ്മെൻറ്റാണ് നമ്മുടെ മുട്ടുവേദനയിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് ഏജിങ് ആണ്. ആ പ്രായമായിട്ട് വരുന്ന സമയത്ത് 15 വയസ്സ് അഡോളസൻ്റ് ഏജിൽ ഒരു 15 വയസ്സിൽ മുട്ടിൻ്റെ വളർച്ച കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആക്ടിവിറ്റീസ്, ബോഡി വെയ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വിയർ ആൻഡ് ടിയർ വന്ന് പതുക്കെ 35 വയസ്സിൽ, നമുക്കറിയാം 35 വയസ്സിലാണ് നമ്മുടെ ശരീരത്തിൽ തേയ്മാനം പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ 30 വയസ്സിന് ശേഷം ബോൺ മിനറൽ ഡെൻസിറ്റി കുറഞ്ഞ് തേയ്മാനത്തിലോട്ട് പോകുമ്പോഴാണ് പിന്നെ നമ്മൾക്ക് മുട്ടുവേദന ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത്. അടുത്തത് വരുന്നത് ആർത്രൈറ്റിസ് ആണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസുകളുണ്ട്. അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടിയാൽ തന്നെ പേഷ്യൻറ്റിന് സിവിയറായിട്ടുള്ള പെയിനും അതുപോലെ തന്നെ സ്വെല്ലിങ്ങുകളും വീക്കങ്ങളൊക്കെ, നല്ല വീക്കം വരും. പേഷ്യൻറ്റിന് കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ കാൽമുട്ടുകൾ മടക്കി നിർത്താൻ പറ്റാത്ത രീതിയിൽ വേദനയും അതുപോലെ തന്നെ നീര് കിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണോ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോയിട്ട് നമുക്കത് ചികിത്സിക്കേണ്ടി വരുന്നുണ്ട്. അടുത്തത് വരുന്നത് ചിരട്ടകൾക്ക്, മുട്ടിൻ്റെ മുന്നിലുള്ള ആൻറ്റീരിയർ നീ പെയിൻ എന്ന് പറയും, മുട്ടിൻ്റെ മുന്നിലുള്ള ചിരട്ടകൾക്ക് വരുന്ന നീരുകെട്ടാണ്. നമുക്കറിയാം, ഒരു 25 വയസ്സിന് ശേഷം ഒരു 45 വയസ്സിന് വരുന്ന ആ ഇടയിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് നമ്മൾ സാധാരണ പറയുന്ന പെറ്റലോഫിമറൽ പെയിൻ സിൻഡ്രോം, അതായത് കാൽമുട്ടിൻ്റെ ചിരട്ടയുടെ താഴെ വരുന്ന മുട്ടുവേദന. അത് ലക്ഷണങ്ങൾ വളരെ കൃത്യമായിട്ട് പേഷ്യൻ്റ് നമ്മോട് പറയും, ഡോക്ടറെ എനിക്ക് എത്ര സമയം വേണമെങ്കിലും നടക്കാൻ പറ്റും, എത്ര ദൂരം വേണമെങ്കിൽ നടക്കാൻ പറ്റും, എത്ര സമയം വേണമെങ്കിൽ നടക്കാൻ പറ്റും, പക്ഷേ ചെറിയൊരു കയറ്റവും ഇറക്കവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയ വേദന വരും. അതല്ലെങ്കിൽ കുറേ സമയം എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ എനിക്ക് മുട്ടിന് ഭയങ്കര വേദനയാണ്,
ആ എണീച്ച് ഒരു 10 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ ആ വേദന പൂർണ്ണമായിട്ടും മാറും. അതില്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് പേഷ്യൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ സമയം എവിടെയെങ്കിലും ഇരുന്നിട്ട് എണീച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അതേസമയം നടത്തം തുടങ്ങിക്കഴിഞ്ഞാൽ ആ വേദന പൂർണ്ണമായിട്ട് മാറുന്നുണ്ട്. അതാണ് സാധാരണ പറയുന്ന കൊണ്ട്രോമലേഷ്യ പെറ്റല അല്ലെങ്കിൽ പെറ്റലോഫിമറൽ പെയിൻ സിൻഡ്രോം. അതായത് നമ്മുടെ ചിരട്ടയുടെ അടിഭാഗത്ത് വരുന്ന തരുണാസ്ഥിക്ക് വരുന്ന ബലക്കുറവിനും നീരുകെട്ടും കൊണ്ടാണ് വരുന്നത്. ആ ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ചികിത്സിച്ച് കഴിഞ്ഞാൽ, മസിൽ ഇംബാലൻസുകളൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ചികിത്സിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് പെറ്റലോഫിമറൽ പെയിൻ സിൻഡ്രോം നമുക്ക് മാറ്റാൻ പറ്റും. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഓവർ യൂസ്. നമുക്കറിയാം സ്ഥിരമായിട്ട് ഓടുകയോ അല്ലെങ്കിൽ നടക്കുകയോ മാരത്തോൺ പോലുള്ള സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് വരുന്ന വിയർ ആൻഡ് ടിയറുകൾ ഈ പറഞ്ഞതുപോലെ ടെൻഡനൈറ്റിസ് ആയിട്ട് വരാം. നമുക്കറിയാം അക്ലീസ് ടെൻഡനൈറ്റിസ്, നമ്മൾ കാൽമുട്ടിന് താഴെയുള്ള മസിലിൽ, അല്ലെങ്കിൽ ഹാംസ്ട്രിങ് ടെൻഡനൈറ്റിസ് ആവും, അല്ലെങ്കിൽ കോഡസെപ്സ് ടെൻഡനൈറ്റിസ്, അതായത് നമ്മുടെ തുടയുടെ മുൻഭാഗത്തുള്ള മസിലുകൾ, തുടയുടെ പുറകും ഭാഗത്തുള്ള മസിലുകൾ, മുട്ടിന് താഴെയുള്ള മസിലുകൾക്ക് വരുന്ന നീരെട്ടുകളും ഒരു പരിധിവരെ മുട്ടുകൾക്ക് വേദനയ്ക്ക് കാരണമാകുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ ക്ലിനിക്കുകളിൽ സാധാരണ മിസ് ചെയ്യുന്നതുമായ ഒരു കാര്യം ബാക്കി ഭാഗത്ത് നിന്ന് വരുന്ന റെഫേർഡ് പെയിനാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു 10 വയസ്സിന് മുകളിൽ, ഒരു 15 വയസ്സാണ് അഡോളസൻ്റ് ഏജിൽ വരുന്ന കുറച്ച് തടിയൊക്കെ ഉള്ള കുട്ടികളിൽ നമുക്ക് സാധാരണ കാണാൻ പറ്റും. അവരുടെ ഇടുപ്പെല്ലിന്, ഹിപ്പിന് വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് പേഷ്യൻ്റ് നമ്മളോട് പ്രസൻറ്റ് ചെയ്യുന്നത് മുട്ടുവേദനയായിരിക്കും. അവർ പറയുന്ന കാര്യം ടോയ്ലറ്റിൽ അവർക്ക് അധികം ഇരിക്കാൻ പറ്റില്ല, അവർക്കധികം സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, സ്കൂളിൽ പോയി ഒന്ന് ഓടിക്കളിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ കാൽമുട്ടിൻ്റെ വേദനയുമായിട്ടാണ് പറയുന്നത്. ആക്ച്വലി അതൊരു കാൽമുട്ട് വേദനയല്ല, നമ്മുടെ ഇടുപ്പെല്ലിൽ നിന്ന് കാലിലോട്ട് റേഡിയേറ്റ് പെയിൻ, നമ്മൾ റെഫേർഡ് പെയിൻ എന്ന് പറയാം. അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക്, നല്ല ഊരവേദനയുള്ള ആളുകൾക്ക് കാലിലോട്ട് റേഡിയേറ്റിംഗ് പെയിൻ, അത് മുട്ടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇടുപ്പിൽ വരുന്ന പത്തോളജിയും അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന അസുഖങ്ങളും ഒരു പരിധി വരെ കാൽമുട്ടിൻ്റെ വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു മുട്ടുവേദന ചികിത്സിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ഇത്രയും ലക്ഷണങ്ങൾ, അതായത് പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻ്റ് അധികം നിൽക്കാൻ പറ്റുന്നില്ല, അധികം നടക്കാൻ കഴിയുന്നില്ല, കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ കാൽമുട്ടിന് വേദന വരുന്നു, അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഡോക്ടറെ എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ, കുറച്ചേരം എന്നാൽ എനിക്ക് മടക്കിയിരിക്കാൻ പറ്റുമോ, ആ ഡോക്ടർ പറഞ്ഞു ഇരിക്കരുത്. അപ്പോൾ ഒരു മുട്ടുവേദന വന്നാൽ ലൈഫ് ലോങ് ഒരു ചെയറിലിരിക്കേണ്ട ഒരവസ്ഥ വരുന്നത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പാത്തോളജി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ടും ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്കറിയാം മുട്ടുവേദന നമുക്ക് കുറേ ഇൻവെസ്റ്റിഗേഷൻസ്, കൃത്യമായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ കൊടുക്കുന്നു, പേഷ്യൻറ്റ് നമ്മൾ എക്സ്റേ എഴുതി കൊടുക്കുന്നു, നമ്മൾ MRI കൊടുക്കുന്നു, അതുപോലെ തന്നെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ CT സ്കാനിലോട്ടും പോകും. പക്ഷേ പേഷ്യൻറ്റിനെ കൃത്യമായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് മുട്ടുവേദന ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആദ്യത്തെ ലക്ഷണം. നമ്മൾ പേഷ്യൻറ്റിനെ കൃത്യമായിട്ട് 2 കാലുകളും കൃത്യമായിട്ട് നമ്മൾ നോക്കി, വേദനയുള്ള കാലിന് നമ്മൾ കൃത്യമായിട്ട് ആ ഏരിയ എവിടെയാണോ പേഷ്യൻ്റ് വേദന വരുന്നത്, നമ്മൾ അറിയാം കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വേദന വരുന്ന ഓരോ പോയിൻറ്റുകളും നമുക്ക് ഓരോ അസുഖങ്ങളാണ്. എവിടെയാണ് പേഷ്യൻ്റ് കൃത്യമായിട്ട് തൊടുമ്പോൾ വേദന വരുന്നത്, ടെൻഡർ പോയിൻ്റ് എന്ന് പറയും, ടെൻഡർനെസ് എവിടെയാണ് കൂടുന്നത്, നമുക്ക് ജോയിൻറ്റ് ലൈനുകളുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഓരോ പോയിൻറ്റുകൾ വരുന്ന അസുഖങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് സാധാരണ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾ കാൽമുട്ട് വേദന ചികിത്സിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഓരോ ഏരിയകളും, വേദനയുള്ള ഏരിയ നമ്മൾ നോക്കുന്നു, സ്വെല്ലിങ് വരുന്ന ഏരിയ നമ്മൾ നോക്കുന്നു, അതായത് വീക്കം വരുന്ന ഏരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എവിടെ തൊടുമ്പോഴാണ് വേദന എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് നോക്കിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഈ പേഷ്യൻറ്റിന് തേയ്മാനം ഉണ്ടാവും, അതല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് മെനിസ്കൽ ഇഞ്ചുറി, അതിൽ വാഷറിന് പരിക്കുകൾ വന്നിട്ടുണ്ടോ, ഈ പേഷ്യൻറ്റിന് ചിരട്ടൻ്റെ അടിയിൽ നീരിട്ട് വന്നിട്ടുണ്ടോ, ഈ പേഷ്യൻറ്റിന് ഈ പറഞ്ഞതുപോലെ മസിൽ ടിയർ വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ടാണ്, എവിടെ വേദന വരുന്നു, എവിടെ സ്വെല്ലിങ് വരുന്നു, എവിടെ തൊടുമ്പ വേദന വരുന്നു ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ കണ്ട നീ പെയിൻ, ഇങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത നീ പെയിനെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിന് നമ്മൾ ബ്ലഡ് എക്സാമിനേഷൻ, നമുക്കറിയാം യൂറിക് ആസിഡ് അല്ലെങ്കിൽ വാതത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജോയിൻറ്റിൽ വരുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ വരുന്ന നല്ല സ്വെല്ലിങ്ങൾ, സിവിയർ ആയിട്ടുള്ള, നമ്മളറിയാം 3 ഗ്രേഡ് ഉണ്ട്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറഞ്ഞിട്ട് ചെറിയ വീക്കങ്ങൾ, പതുക്കെ നല്ല വീക്കങ്ങൾ, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള വീക്കങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് പോയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ സാധാരണയായിട്ട് മുട്ടിനുള്ളിൽ വരുന്ന ഇൻഫെക്ഷൻ ഉണ്ട്, നമ്മൾ സാധാരണ പറയും സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, മുട്ടിന് വരുന്ന ഇൻഫെക്ഷൻ,
ഒരു 4 മുതൽ 5 ദിവസം കൊണ്ട് നമ്മളെ മുട്ടിൻ്റെ കംപ്ലീറ്റ് തരുണാസ്ഥികളെ നശിപ്പിച്ച് ഒരു 5 ദിവസം കൊണ്ട് തേയ്മാനത്തിലോട്ട് പോകുന്ന ഭീകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ വെച്ച് ആ അവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് എക്സ്റേ. എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്റേ എഴുതുന്നത്? നമുക്കറിയാം നീഡ് എക്സ്റേ, എപ്പിലാറ്റർ നമ്മൾ എക്സ്റേ എഴുതും സാധാരണ. ആ എക്സ്റേയിൽ നമ്മൾക്ക് കൃത്യമായിട്ട് ജോയിൻറ്റ് സ്പേസ് അവിടെ കാണുന്നുണ്ടോ എന്നറിയാം. അതുപോലെ തന്നെ മുള്ളു പോലെയുള്ള കണ്ടീഷൻ നമ്മൾക്കറിയാം, ഓസ്റ്റിയോഫൈസ് എന്ന് പറയും. അതില്ലെങ്കിൽ തേയ്മാനം വന്ന് മുള്ളു പോലെ ആകുന്ന സമയത്താണ് രോഗികൾക്ക് സാധാരണ നിലത്തി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഗ്രോത്തുകൾ, ക്യാൻസർ പോലുള്ള കണ്ടീഷനുകൾ അവിടെ വരുന്നുണ്ടോ, അതില്ലെങ്കിൽ ജന്മനാ വരുന്ന എല്ല് വളർച്ച, അതല്ലെങ്കിൽ അബ്നോർമലായിട്ട് വരുന്ന കണ്ടീഷൻസൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ നമ്മൾ പറയുന്നത്. ഇനി ഒരു പരിക്കോട് കൂടിയുള്ള ആര് വരികയാണെങ്കിൽ നമ്മൾ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ ഒരു പൊട്ട്, ജോയിൻറ്റ് ഇൻട്രാർട്ടിക്കുലർ ഫ്രാക്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ജോയിൻറ്റിനുള്ളിൽ വരുന്ന പരിക്കുകൾ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയാനാണ് മാത്രമാണ് നമ്മൾ CT സ്കാനിലോട്ട് പോകാറുള്ളത്. സോ ഈ ഒരു രക്തം പരിശോധിക്കുന്നു, അതുപോലെ തന്നെ MRI നോക്കുന്നു, നമ്മുടെ എക്സ്റേ നോക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ CT സ്കാനിലോട്ട് പോയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ അസുഖം എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി ഈ അസുഖങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ആയുർവേദത്തിൽ വെറൈറ്റി ആയിട്ടുള്ള മെഡിസിൻ ഓഫ് ചോയ്സ് നമുക്കുണ്ട്. ഇഷ്ടംപോലെ കഷായങ്ങളുണ്ട്. നമുക്കറിയാം, ചെറിയ ഒരു വേദന, അതല്ലെങ്കിൽ തൊടുമ്പുള്ള ചെറിയ വേദനമാണെങ്കിൽ, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് കാൽമുട്ട് മടക്കി നിർത്തുമ്പോൾ വരുന്ന വേദനയാണെങ്കിൽ കൊടുക്കുന്ന മരുന്നുകളല്ല, സിവിയർ ആയിട്ടുള്ള സ്വെല്ലിങ്ങോട് കൂടി നല്ല വീക്കോ നല്ല വേദനയും 2 സൈഡിലും തൊടുമ്പുള്ള വേദനയൊക്കെ കൊടുക്കുമ്പോൾ കഷായങ്ങൾ. അപ്പോൾ ഓരോ അവസ്ഥകളിൽ കൊടുക്കുന്ന കഷായങ്ങളാണെങ്കിലും ടാബ്ലറ്റുകളാണെങ്കിലും അരിഷ്ടങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ടെൻഡർ പോയിൻ്റ് തൊടുമ്പോൾ വേദനയുള്ള ഭാഗത്ത് കൊടുക്കുന്ന തൈലങ്ങളാണെങ്കിലും, അതിൽ അവിടെ കൊടുക്കുന്ന ലേപനങ്ങൾ, മരുന്നുകളാണെങ്കിലും ഓരോ രോഗിയുടെയും കണ്ടീഷൻ അനുസരിച്ച് അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥകൾ നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്ത ശേഷമാണ് നമ്മൾ അവർക്ക് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തൊടുമ്പ വേദനയുള്ള ഭാഗത്ത് നമുക്ക്, അതുപോലെ തന്നെ സ്വെല്ലിങ്ങുള്ള ഭാഗത്ത്, അതുപോലെ തന്നെ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്കറിയാം, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഷോർട്ട് വേവ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ IFT പോലെയുള്ള ഫിസിയോതെറാപ്പി മൊഡാലിറ്റികൾ വളരെ പെട്ടെന്ന് മെഡിക്കൽ മാനേജ്മെൻറ്റിൻ്റെ കൂടെ തന്നെ വളരെ പെട്ടെന്ന് വേദന കുറക്കാൻ നമുക്ക് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസുകൾ നമ്മളെ ക്ലിനിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരേ സമയം മോഡേൺ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അസുഖം മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി എയ്ഡുകൾ ഉപയോഗിച്ച് നമ്മൾ പെയിന് കുറക്കുന്നു. അതിൻ്റെ കൂടെ ആയുർവേദ മെഡിസിൻസ് ഇൻറ്റേർണലി നമ്മൾ കൊടുക്കുന്ന കഷായങ്ങളാണെങ്കിലും അരിഷ്ടങ്ങളാണെങ്കിലും പുറത്ത് തേക്കുന്ന തൈലങ്ങളാണെങ്കിലും ചൂർണങ്ങളാണെങ്കിലും അതുപോലെ കഴിക്കുന്ന ഗുളികളാണെങ്കിലും ഓരോ അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം, ചില ആളുകൾ നമ്മളോട് ഒന്ന് പറയും, ഡോക്ടറെ ഞാൻ കുറേ കാലങ്ങൾ മരുന്ന് കഴിച്ചു, അപ്പോൾ കഴിച്ച സമയത്ത് എൻ്റെ വേദന പോയി, പക്ഷേ ഇപ്പോൾ വീണ്ടും വേദന തുടങ്ങി. സാധാരണ മുട്ടുവേദന നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു വാക്കാണത്. അവർ പറയും ഇങ്ങനെയാണ്, ഡോക്ടറെ നമ്മൾ മരുന്ന് കുടിച്ചപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, വീണ്ടും വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മരുന്ന് കഴിച്ച സമയത്ത് മാത്രം പേഷ്യൻറ്റിന് വേദന കുറയുന്നത്, മരുന്ന് നിർത്തിയപ്പോൾ വീണ്ടും വേദന വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മരുന്ന് നിർത്തിയാലും ഒരു കാരണവശാലും ആ മുട്ടുവേദന തിരിച്ചു വരരുത്. അപ്പോൾ അതിനാണ് നമ്മൾ കൃത്യമായിട്ട് കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളത് ഡയഗ്നോസ് ചെയ്ത് കൃത്യമായിട്ട് മരുന്നുകൾ കൊടുത്ത ശേഷം നമ്മളെ കാൽമുട്ടിൻ്റെ ബലപ്പെടുത്താനുള്ള മരുന്നുകൾ, നമ്മൾക്കറിയാം കാൽസ്യം അല്ലെങ്കിൽ വൈറ്റമിൻ D3 സപ്ലിമെൻറ്റുകൾ ആയുർവേദത്തിൽ ഇഷ്ടംപോലെയുണ്ട്. ആ മരുന്നുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നു. അതിൻ്റെ കൂടെ നമുക്കറിയാം, ഒരു കാൽമുട്ടിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ താഴെയുള്ള കാഫ് മസിൽസാണ്, അതുപോലെ തന്നെ നമ്മുടെ തൊടയുടെ മുൻഭാഗത്തുള്ള ക്വാഡ്രിസെപ്സ് ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അതുപോലെ തന്നെ കാലിൻ്റെ പുറകിലുള്ള ഹാംസ്ട്രിങ് ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അതുപോലെ നമ്മളെ വട്ടക്സിൽ വരുന്ന ഗ്ലൂട്ട് മസിൽസ്. ഈ 4 ഗ്രൂപ്പ് ഓഫ് മസിൽസും നമ്മുടെ കാൽമുട്ട് വേദനയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു രോഗിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം കൃത്യമായിട്ട് നമുക്ക് വേദനയുള്ള സമയത്ത് കൊടുക്കുന്ന നമ്മൾ ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറയും, ഐസോമെട്രിക് ഗ്രൂപ്പ് ഓഫ് എക്സസൈസ് നമ്മൾ ഇനീഷ്യലി വേദനയുള്ള സമയത്ത് പോലും നമുക്ക് ആ ജോയിൻറ്റിനെ മൂവ് ചെയ്യാതെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പേഷ്യൻ്റെ വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞ ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ കാഫ് മസിലാണെങ്കിലും ഹാംസ്ട്രിങ് ആണെങ്കിലും ക്വാഡ്രിസെപ്സ് ആണെങ്കിലും ഗ്ലൂട്ടിയസ് ഗ്രൂപ്പ് ഓഫ് മസിൽ ആണെങ്കിൽ ആ മസിലിനെ കൃത്യമായിട്ട് സ്ട്രെങ്തനിങ്, അതുപോലെ തന്നെ വീക്കാണെങ്കിൽ നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കുന്നു, ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ മസിലിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നു. സോ ഈ ഒരു തരത്തിൽ കൃത്യമായിട്ടും അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു. ആയുർവേദിക് മെഡിസിൻസൊക്കെ നമ്മൾ കൊടുക്കുന്നു. ഫിസിയോതെറാപ്പി മെഡാലിറ്റീസ് വെച്ച് നമുക്ക് പെയിന് കുറക്കുന്നു.
എക്സസൈസ് പ്രോട്ടോക്കോൾ വെച്ചിട്ട് മസിൽ സ്ട്രെങ്തൻ ചെയ്തിട്ട് വീണ്ടും ആ വേദന വരാത്ത രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സാധാരണ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. അതുപോലെ തന്നെ നമുക്ക് കൺസൾട്ടേഷൻ എടുക്കാം. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.